കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സമയം. അപ്പോൾ അന്ന് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ നമ്മൾ ഒരു ജോലിക്കാരനെ വെച്ചിരുന്നു. അപ്പോൾ ഇവരൊക്കെ സ്ഥിരമായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഏകദേശം ഊണൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വന്ന് വെളിയിൽ നോക്കുമ്പോൾ ഈ വ്യക്തി ഈ അവിടുത്തെ ഒരു വരാന്തയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം ഞാനിങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പിന്നീട് വന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ പിന്നെ അദ്ദേഹം അവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് അമ്മായിമ്മയോട് ചോദിച്ചു, ഇദ്ദേഹത്തിനെ പണിക്കല്ലേ വിളിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം ഇവിടെ ജോലിക്ക് സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ഒരു ഉച്ചയ്ക്ക് ഒരു 1-1.5-2 മണിക്കൂർ അദ്ദേഹം ഉറങ്ങും. അതിനുശേഷം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലിയും തീർത്തിട്ട് അദ്ദേഹം വീട്ടിൽ പോകാറുള്ളൂ. സത്യം പറയാൻ ഞാൻ ഈ വ്യക്തി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്, പണിക്ക് വന്നിട്ട് കിടന്ന് ഉറങ്ങുന്നു എന്നുള്ള ഒരു ചിന്ത. എനിക്കില്ലാത്ത സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിന് എന്തിന് എന്നുള്ളതാവാം ഒരു ഈഗോയിസ്റ്റിക് എലമെന്റ്. രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. മനസ്സിലായി, ഈ ഒരു ഫെസിലിറ്റി നമുക്കില്ല. അപ്പം ഞാൻ കണ്ട ഒരു ഹാപ്പിനെസ് മൊമെന്റ് അതായിരുന്നു, ആ വ്യക്തിയുടെ ഒരു ഹാപ്പിനെസ് മൊമെന്റ് അതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് അല്ലേ? ബ്രോയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഹാപ്പിനെസ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഹാപ്പിനെസ് മൊമെന്റ്സ് നമുക്ക് ലൈഫിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പം ഒരു ഒരു ആദ്യമായി ഒരു കൊച്ചു ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മളൊരു വിവാഹം, അതൊരു ഹാപ്പിനെസ് മൊമെന്റ് ആണ് എന്ന് പറയുന്ന പോലെ. അല്ലെങ്കിൽ നമ്മളൊരു അച്ചീവ്മെന്റ്, നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്, അപ്രിസിയേഷൻ, ഹാപ്പിനെസ്. അപ്പം അങ്ങനെ പല എലമെന്റ്സ് ഉണ്ടെങ്കിലും ബ്രോയി പറഞ്ഞതിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമുണ്ട്. ബ്രോ ഇപ്പോൾ പറഞ്ഞത് ആ കണ്ടതാണ് ഹാപ്പിനെസ് അയാളുടെ എന്ന് നമ്മൾക്ക് തോന്നുന്നതാണ്. നമ്മുടെ ഹാപ്പിനെസ് ആണത്. ബ്രോയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതൊരു ഹാപ്പി മൊമെന്റ് ആണ്. അയാൾക്ക് അത് ഹാപ്പി ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അയാളുടെ റൊട്ടീൻ ആയിരിക്കാം ചിലപ്പോൾ, അല്ലേ? അങ്ങനെ ഒരു സംഭവമുണ്ട്. ബ്രോയെ സംബന്ധിച്ച് എന്താണ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ? ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഒരിക്കലും നമുക്ക് എപ്പോഴും നമ്മൾ ഓർത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചില മൊമെന്റ്സിൽ നമ്മൾ ശക്തമായ ഹാപ്പി ആയിരിക്കും, കാരണം ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നു, ഇല്ലെങ്കിൽ ഒരാൾ നമ്മളെ വിഷ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഒരു പ്രണയം നടക്കുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന പല മൊമെന്റ്സ്, നമ്മളൊരു വീട് വെക്കുന്നു, ഇതിനൊക്കെ പലപ്പോഴും ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ ആ ഹാപ്പിനെസ് മൊമെന്റ്സിൽ മാത്രമേ ഉള്ളൂ. ഇത് നിലനിർത്തി കൊണ്ടുപോകാനാണ് പാട്. ഈ ഹാപ്പിനെസ് എങ്ങനെ ത്രൂ ഔട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഒരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും നമ്മൾ എപ്പോഴും പോകുന്ന ഒരു ഹൈ എൻഡിലോട്ട് വിട്ട് ഡൗൺ ആവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ഫ്ലക്ച്വേഷനിലൂടെയാണ് പോകുന്നത്. അതല്ലാതെ എങ്ങനെ ഇങ്ങനെ കൃത്യമായി ഒരേ ലെവലിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? അല്ല, അത് ഈ പറഞ്ഞ പോലെ ബ്രോ നെഗറ്റീവ് തോട്ട്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത് എന്തൊരു ആസ്പെക്റ്റിൽ വന്നാലും നമ്മൾ എപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ആ ജോലി കിട്ടിയില്ല, എനിക്ക് ആ ജോലി കിട്ടാൻ വിധിച്ചിട്ടില്ലായിരിക്കാം എന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഇറ്റ്സ് ഓക്കെ. അല്ല, അത് എനിക്ക് കിട്ടേണ്ട ജോലിയായിരുന്നു ഞാൻ റിഗ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ബി റിഗ്രറ്റിംഗ് എന്ന് പറയുന്ന പോലെ നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ കാണുന്നിടത്താണ് ഹാപ്പിനെസ്. അപ്പം ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ ബ്രോ തന്നെ ഇവിടെ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനിടയിൽ ബ്രോ ഒറ്റയ്ക്ക് പടത്തിനൊക്കെ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു പരിപാടി. എനിക്ക് എലോൺ ടൈം ഇഷ്ടമാണ്, പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ചോദിച്ചതാണ്. അപ്പൊ ബ്രോ അത്യാവശ്യം ഹാപ്പി ആയിട്ടാണ് നമ്മളെപ്പോഴും കാണുമ്പോഴും നമുക്കുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് നിലനിർത്താൻ നോക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ എന്താണ് ഒരു ഫോർമുല പിടിക്കുന്നത്? എന്താണ് ഫോർമുല എന്ന് പറഞ്ഞാൽ? ഞാൻ സത്യം പറഞ്ഞാൽ വളരെ സോഷ്യൽ ആയിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു എക്സ്ട്രോവേർട്ട് ആണ്. കാരണം എനിക്ക് ആൾക്കാരെ കാണുന്നതും അവരെ കണ്ട് അവരിൽ നിന്നിട്ട് കിട്ടുന്ന എനർജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാത്രമല്ല, എൻ്റെ ഒരു കാലഘട്ടം മുതൽ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയ മുതലാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു കാലഘട്ടം വരെ എക്സ്റ്റേണൽ ഹാപ്പിനെസ്സിന് വേണ്ടി തേടി നടന്ന ആളാണ്. ഇപ്പൊ നമ്മൾ എന്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ കാർ മേടിക്കുന്നു, അതിൽ നിന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ നമ്മളെ അപ്രിസിയേറ്റ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്. ഈ ഹാപ്പിനെസ്സിന് തേടി നടക്കുന്നതിലും നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം, നമ്മളൊരു ഇന്റേണലി നമ്മൾ കുറെ മനസ്സിലാക്കും. കാരണം നമ്മൾ ഒത്തിരി ഡൗൺ സൈഡിലൂടെ പോകും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ. ഈസി അല്ല. കാരണം നമ്മൾ പലപ്പോഴും ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പല ചിന്തകൾ വരും. ഒറ്റയ്ക്ക് താമസിക്കാൻ നമ്മൾ ഇടയ്ക്ക് ആലോചിക്കും, ഷോ ഐ എം ലോൺലി, ഞാൻ എന്താ ഇങ്ങനെ ഒറ്റയ്ക്കായി പോയത്, എന്ത് ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർ അവരൊക്കെ എത്രയോ പേരുമായിട്ട് ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു, അതിന്റെ സന്തോഷം. എക്സാക്ട്ലി, ഓഫ് കോഴ്സ് അത് വന്നിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ ടൈം ഐ എം ഹാപ്പി. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തി എന്നെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു. ഇന്റേണലി എങ്ങനെ എനിക്ക് ഹാപ്പി ആകാം എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയെടുത്ത് ഞാൻ ഹാപ്പി ആയി തുടങ്ങി. അതിന്റെ ഏറ്റവും പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ഞാൻ എൻ്റെ റൊട്ടീൻ എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ജിമ്മിൽ പോയി
ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ ഓക്കെ. ഞാൻ അവിടുത്തെ അവിടെ എന്താണ് നടക്കുന്നതെന്നോ അവിടെ ആൾക്കാർ അത്ര വെയിറ്റ് എടുക്കുമെന്നോ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാൻ പോകില്ല. അവിടെ ചെയ്യുന്നു, നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്നു. എനിക്കറിയാം പോകാൻ തുടങ്ങുന്ന മൊമെന്റ് മുതൽ പോയി കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്ന വരെയുള്ള മൊമെന്റ് ഒക്കെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റാണ്. അതേ സിറ്റുവേഷന് ബ്രോ അവിടെ കിടന്ന് ഉറങ്ങി തീർക്കുകയാണെങ്കിൽ അത് അൺഹാപ്പി ആക്കാം അല്ലെ? അൺഹാപ്പി. കാരണം ആ സമയത്ത് നമ്മുടെ ചിന്തകൾ പല വൃത്തിയുടെ ചിന്തകൾ വരും, പല കാര്യങ്ങൾ വരും. ഇതേ സമയം ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ പണ്ട് ഞാൻ പോവാതിരുന്നിട്ടുണ്ട്, ചില ദിവസം മടിയായിട്ടൊക്കെ ഇരുന്നുണ്ട്. പക്ഷെ റൊട്ടീനായി നമ്മൾ ഡിസിപ്ലിൻ ആയി കഴിയുമ്പോൾ ലൈഫ് വിൽ ചേഞ്ച്. ഡിസിപ്ലിൻ ഹാപ്പിനെസ്സോട് ഒരു കണക്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ രാവിലെ എഴുന്നേരം പോലെ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പിടിച്ച് ഞാൻ ഇവിടെ നിന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ there are so many things that makes you unhappy. പക്ഷെ അത് അൺഹാപ്പി ആവണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ മെന്റൽ തോട്ടാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന കണ്ടന്റുകൾ അനുസരിച്ചിരിക്കും. ഉദാഹരണം, നിങ്ങൾ നോളജബിൾ ആയിട്ടുള്ള എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അൺഹാപ്പി ആവണമെന്നില്ല. അതേസമയം നിങ്ങൾ വേറെ തന്നെ സാധനം കണ്ടിട്ട് അവനെന്താണ് ഇത്രയും നടക്കാണ്, അവരുടെ ഒരു ഹാപ്പി മൊമെന്റ്സ് കണ്ടിട്ട് ആ കമ്പാരിസന് വേണ്ടി നടക്കുകയാണെങ്കിൽ അൺഹാപ്പി ആവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. അതേസമയം ഇതൊന്നും ചെയ്യുന്നില്ല, ബ്ലാങ്ക് ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കേ, രാവിലെ വെറും പ്യൂർ ബ്ലാങ്ക് മൈൻഡോടുകൂടി നമ്മൾ എഴുന്നേക്കുന്നു. രാവിലത്തെ 1 മണിക്കൂർ ഒരു സോഷ്യൽ മീഡിയ നോക്കുന്നില്ല. യു നാച്ചുറലി ബിക്കം ദാറ്റ് ഡേ സ്റ്റാർട്ട് എസ് എ ഗുഡ് വേ. പക്ഷെ ഇതിനപ്പുറം എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാന കാര്യം, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ചെറിയ കുക്കിംഗ് ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്. കുക്കിംഗ് ചെയ്ത് എനിക്ക് തന്നെ വിളമ്പി കൊടുത്താൽ ഞാൻ ഹാപ്പിയാണ്. എക്സാക്ട്ലി. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ ആ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഇന്റേണൽ എനിക്ക് ഏറ്റവും പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഒറ്റയ്ക്ക് എന്ന് താമസിക്കുന്നു അന്ന് മുതലാണ് നിങ്ങൾ എന്റെ മാനസിക നില ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വാട്ട് മെന്റൽ സ്റ്റേറ്റ് ഐ എം ഗോയിങ് ത്രൂ. ഇപ്പം രാവിലെ ചിലപ്പോൾ ഞാൻ ഇവിടെ എഴുന്നേറ്റിട്ട് എന്റെ ആരെങ്കിലും നാട്ടിൽ നിന്ന് വിളിക്കുന്നു, അവരായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്നു, നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നു. ഞാൻ ഉടനെ നാച്ചുറലി നിങ്ങളുടെ അടുത്ത് ദേഷ്യം വരും. കാരണം എന്റെ മൈൻഡ് പോയി. അതേസമയം ഞാനിത് മനസ്സിലാക്കുകയാണ്, രാവിലത്തെ ആള് വിളിച്ചത് കൊണ്ട് എന്റെ മെന്റൽ സ്റ്റേറ്റ് ഇപ്പം ശരിയല്ല. സോ ഐ എം ഗോയിങ് ടു ബിഹേവ് ഇൻ എ സച്ച് എ വേ. പക്ഷെ അത് മാറ്റിയിട്ട് എങ്ങനെയാണ് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്ന് നമ്മൾ പഠിക്കുന്നിടത്ത് ഐ തിങ്ക് ലൈഫ് ചേഞ്ച്. പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം ഏത് നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെയും നമ്മൾ പോസിറ്റിവിറ്റി കണ്ടെത്തുക. നമുക്കറിയാം, ഞാൻ ഇവിടെ താമസിക്കുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല. പക്ഷെ എന്റെ ക്യാരക്ടറേ അതേ അല്ല, സോഷ്യബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആ സോഷ്യബിൾ ക്യാരക്ടർ വരും. ഇതിന്റെ ഒരു ഗുണം എന്താ ഞാൻ മനസ്സിലാക്കിയത്, പണ്ട് ഞാൻ സോഷ്യൽ ക്യാരക്ടേഴ്സിലൂടെ എന്നും പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ നാച്ചുറലി നമ്മൾ ഇന്ന് കിട്ടുന്ന, അതേസമയം ഇന്ന് ഞാൻ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അന്ന് എല്ലാ ദിവസവും പാർട്ടിക്ക് പോകുമ്പോൾ കിട്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, കാരണം നോർമലായി മാറിക്കൊണ്ട്. എക്സാക്ട്ലി. അപ്പൊ ഈ ചെറിയ എങ്ങനെ ലൈഫ് വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാം, അതോടൊപ്പം തന്നെ അതിൽ ഹാപ്പിനെസ് കണ്ടെത്താവുന്നിടത്ത് ഐ തിങ്ക് നമ്മുടെ ജേർണി എൻഡ് ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാന കാര്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അല്ലേ? ബ്രോയ്ക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാം? ബ്രോ വിശ്വാസിയാണോ? ഞാനില്ല, മറ്റേ ഈ ആഗ്നോസ്റ്റിക്കോ അങ്ങനെ പറയുന്ന ആളാണ്. അതായത് ഉണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ വിശ്വസിക്കാമെന്ന് പറയുന്നത്, എത്തിയിസ്റ്റ് അല്ല. അപ്പോ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വിശ്വാസങ്ങളില്ല നിലവിൽ. അപ്പോ പ്രധാനം ഈ പറഞ്ഞ പോലെ സെൽഫ് റിഫ്ലക്റ്റിംഗ്, നമ്മൾ എന്താണ്, നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു കാറ്റഗറിയിലൂടെ ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഇതിൽ എനിക്ക് ബ്രോ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ തോന്നിയൊരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് അത് സംസാരിക്കാം. പക്ഷെ മുമ്പ് തോന്നിയൊരു കാര്യം, ഞാൻ ഒരിക്കൽ ഇതുപോലെ വാട്ട് ഈസ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഒരാൾ ഇട്ടുന്നത്, വെൻ ഐ വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, ഇഫ് നത്തിങ് ഈസ് ദെയർ ഇൻ മൈ പ്ലേറ്റ്, that means I am very happy, that's a happy day എന്ന് വെച്ചാൽ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ സംഭവമാണ് അയാൾ പറഞ്ഞത്. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇനി ഞാൻ തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്നിടത്ത് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. പക്ഷേ അത് നടക്കണമെങ്കിൽ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നിക്കോൾ കിഡ്മാന്റെ ഒരു മൂവി ഉണ്ട്. ആ മൂവിയിൽ ഈ പുള്ളിക്കാരത്തെ ഒരു ബ്രെയിൻ ഇഞ്ചുറി വന്നിട്ട് ഇദ്ദേഹം എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴത്തേന് പുതിയ ആളാണ്. ഷീ ലോസ്റ്റ് അന്ന്, അതായത് രാത്രി ഉറങ്ങി കഴിഞ്ഞ് തിരിച്ചെഴുന്നേൽക്കുമ്പോൾ മെമ്മറി ലോസ് ആയി. പക്ഷെ ഇവര് ഭയങ്കര സ്ട്രഗിളിലൂടെയാണ് പോകുന്നത്, കാരണം എല്ലാം പുതിയ ഇൻഫർമേഷൻ ആണ്. പക്ഷെ ഞാൻ ആലോചിച്ച്, സത്യം പറയാൻ എന്തില്ല, നല്ല ലൈഫാണല്ലേ, അതൊരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. അല്ല, അത് ഡിഫറെന്റ്. പക്ഷെ ഈ ഓർമ്മകൾ, അതായത് ആ ഡെയിലിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും അതായത് ഇപ്പം ബ്രെയിനിന് തന്നെ പല മെമ്മറീസ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ബ്രെയിന് പ്രത്യേകിച്ച് മെമ്മറി യൂസ് ചെയ്യുന്നില്ല അല്ലെ, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു റൊട്ടീൻ ഫംഗ്ഷൻ ആണ്. അല്ലെ, നടക്കുമ്പോൾ അല്ലെ നമ്മൾ എഴുന്നേറ്റ് പോകുന്നു, ഇതൊന്നും നമ്മളൊന്നും ചിന്തിക്കാതെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതേസമയം നമ്മൾ ഓർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലുള്ള ഈ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓർമ്മയില്ലായിരുന്നെങ്കിൽ തന്നെ വളരെ സുഖമാണ്. അല്ല, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ കിഡ്സ് ആൻഡ് അഡൽട്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാ അഡൽട്ടും ഒരു കുട്ടിയാണെന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോൾ നമ്മൾ അഡൽട്ട് എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് മാറുന്നു. അപ്പൊ ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് സന്തുഷ്ടരായിരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഉത്തരവാദിത്വവും സന്തോഷമായിട്ട് ഭയങ്കര ഉത്തരവാദിത്വം ഇല്ലാത്തതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് കിഡ്സ് എന്തുകൊണ്ടാണ് സന്തോഷമായിട്ടിരിക്കുന്നവരൊക്കെ ചിന്തകളില്ല. ചിന്തകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിള്ളേർക്ക് എന്തുകൊണ്ടില്ല? ഉണ്ട്, ചിന്തകൾ ഇല്ല എന്ന് പറഞ്ഞാൽ ചിന്തകൾ അവർ പ്രോസസ് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്.
തീർച്ചയായിട്ടും അത് അംഗീകരിക്കാം. അല്ലേ? അവരുടെ ഫിയർ നിങ്ങൾ ആലോചിച്ചു, ഒരു കുട്ടിക്ക് ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ അന്നേരേ ഉള്ളൂ, അതെ കരഞ്ഞു തീർക്കുവൻ. അതെ അതെ അതെ. നമ്മൾ അങ്ങനെയല്ല, ഈ സാധനം ഇട്ടിട്ട് പ്രോസസ് ചെയ്ത് മെന്റലി പ്രോസസ് ചെയ്താണ് നമുക്ക് മനസ്സിന് സുഖമില്ലാതെ വരുന്നത്, 100%. നമ്മൾ അൺഹാപ്പി ആവുന്നത്. അല്ലേ? അതെ അതെ. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റൂമിനേറ്റ് ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ ഭാര്യയായിട്ട് ദിവസം വഴക്കുണ്ടാക്കിയിട്ട് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ സാധനമായിരിക്കും ഫുള്ള് മനസ്സിൽ മൊത്തം എന്തൊക്കെ കാര്യങ്ങൾ എത്തിക്കും, ഡൈവോഴ്സ് വരെ നമ്മൾ ചിന്തിക്കും. തീർച്ചയായിട്ടും എവിടെയെല്ലാം മറ്റേ ഫിയർ ഓഫ് അൺനോൺ സാധനം കയറി വരും. Exactly. പിന്നെ അവിടെ നിന്ന് സംഭവിക്കും. പക്ഷെ അതേസമയം ആ ജഡ്ജ്മെന്റ് അവിടെ ഇരുന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കുകയാണ്, ദിസ് ഈസ് ദ വേ ഐ തിങ്ക്. കുറെ കാര്യങ്ങൾ നമുക്ക് തിങ്കിങ് വേയിൽ അവോയ്ഡ് ചെയ്യാം. അതല്ലെങ്കിൽ സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ സോൾവ് ചെയ്യണം. അല്ലേ? പലപ്പോഴും അൺഹാപ്പി സിറ്റുവേഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. 100%. അത് നമ്മുടെ സദ്ഗുരു പറഞ്ഞിട്ടുള്ള പോലെ, ഇപ്പൊ ഞാൻ ബ്രോയെ ചൈനീസിൽ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, ചിരിച്ചിട്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഓക്കെ. അതേ ഞാൻ ചിരിച്ചിട്ട് പോയ മലയാളത്തിൽ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി പ്രൊവോക്ഡ് എന്ന് പറയുന്ന സെയിം വേർഡ്സ് ഇസ് സംതിങ്. ഇറ്റ്സ് അത് നിങ്ങളെ തലയിലോട്ട് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലേ? അല്ലെ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമില്ലേ, മറ്റേ ഹാപ്പിനെസിന്റെ കാര്യം ടൈമുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രോ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ സോഷ്യൽ മീഡിയ എന്നുള്ളതല്ല, നമ്മൾ ഇപ്പം 5 മണിക്ക് ജോലിക്ക് പോകേണ്ട ഞാൻ ഒരു 4 മണിക്ക് എണീക്കുകയാണെങ്കിൽ, ജോലിക്ക് പോകേണ്ട ഞാനല്ല, മീൻസ് 5 മണിക്ക് റെഡി ആവേണ്ട ഞാൻ ഒരു 4 മണിക്ക് എണീക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ആ ഡേ ഫുള്ളും ആ ഒരു പീസ് ഓഫ് മൈൻഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതേസമയം ലാസ്റ്റ് മിനിറ്റ് ഓടുന്നവർക്ക് എപ്പോഴും അൺഹാപ്പി ആയിട്ടാണ് അവർ പ്രൊജക്റ്റ് ആവുക. ഇപ്പം ഞാൻ ആ കാറ്റഗറി പെടുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ റീറ്റെയിൽ കാലഘട്ടം തൊട്ട് ഞാൻ ഏറ്റവും ലേറ്റായിട്ട് എപ്പോഴും അരമണിക്കൂർ കഴിഞ്ഞേ എത്തൂ. അപ്പോൾ ബസ് എന്തുകൊണ്ട് സ്പീഡിൽ പോകുന്നില്ല? ബസ് എന്തിനാണ് ഇവിടെ എന്തിനാണ് ഇവർ നിർത്തിയത്? അല്ലെങ്കിൽ ആൾക്കാരെന്താണ് ഈ പതിയെ നടക്കുന്നത്? ഒന്ന് മാറി തന്നെ പെട്ടെന്ന് പോകാൻ എല്ലാം. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കോംപ്രമൈസുകൾ. നമ്മൾ ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ലേറ്റായിട്ട് വന്നതല്ലേ, എനിക്ക് മറ്റോ പറയുന്നത് ഓക്കെ ഓക്കെ. എന്തുകൊണ്ടായിരിക്കും ബ്രോ ഇതിനകത്തൊരു കോർ കാര്യമുണ്ട്? എന്തുകൊണ്ടായിരിക്കും ബ്രോ ലേറ്റ് ആയിട്ട് ജോലിക്ക് എഴുന്നേക്കുന്നത്? വൈ? എന്തുകൊണ്ടാണ് ബ്രോ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നത്? അഗൈൻ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആ ജോലിയിൽ കണ്ടെത്തുന്നില്ല. എക്സാക്ട്ലി. പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. എക്സാക്ട്ലി. അല്ലെ? ഇപ്പൊ നമ്മളൊരു ജോലിയെ പോസിറ്റീവായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ 100% യു വിൽ വേക്ക് അപ്പ്, യു വിൽ ബി ഏർലി. അതെ, എന്ന് വെച്ചാൽ നമുക്ക് ജോലിക്ക് പോകണം. പക്ഷെ ഇവിടെയും കുഴപ്പം എവിടെയെന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാത്തിലും കാണാം. ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജോലി ആണെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം നമ്മൾ ആരും ചെയ്യുന്ന ജോലി അറിയില്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ ദിവസവും നമ്മളെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും ചെയ്യാം. അതേസമയം കുഴപ്പമില്ല, ഈ പോകുന്ന വഴി ഞാൻ ഒരു കോഫി കുടിക്കും, അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, അതിനെക്കുറിച്ച് അധികം ചിന്തിക്കട്ടെ. ലെറ്റ്സ് ടേക്ക് എവറി സ്റ്റെപ്പ്. ജോലിയിൽ ഓരോ കാര്യങ്ങളും പ്രത്യേകമായിട്ട് ചെയ്യാം, പോവാം, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെ. അതിനാണ് ഈ മൈൻഡ് സെറ്റ് എന്ന് പറയും. മൈൻഡിനെ നമ്മളുടെ മൈൻഡ് അങ്ങോട്ട് പോകുന്നു, അതിനെ പിടിച്ചു നിർത്താൻ നമ്മൾ എന്താണ് ഒരു കഴിവ് ആർജിക്കുന്നത്, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഐ തിങ്ക് ഇറ്റ് വിൽ ഓൾ ചേഞ്ച്. അവിടെ ഒരു കാര്യമുണ്ട് ബ്രോ, അതിന്റെ വേറെ ആസ്പെക്ട് ചിന്തിച്ചേ. ഇപ്പം അൺഹാപ്പി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നതെന്ന് വെക്കുക. ഈവൻ ദോ അത് ഇപ്പോൾ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് കാണാം. എനിക്ക് ഈ ജോലി, ഇപ്പം ഞാൻ ആ ജോലി മാറിയതിന്റെ റീസൺ ബ്രോക്ക് അറിയാം. ഇതുപോലെയാണ്, സീറോ മോട്ടിവേഷൻ, സീറോ ഹാപ്പിനെസ് ഇല്ല. അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണല്ലോ അവിടെ നിന്ന് മാറി I could do something else എന്നുള്ള ആസ്പെക്റ്റും ഉണ്ട്. അവിടെ അതാണ് നമ്മൾ പോസിറ്റീവ് വേയിൽ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കി മാറാം. അങ്ങനെ ചെയ്യാം. അതെ, പക്ഷേ ഒരു സാധനത്തിൽ കടിച്ചു നിന്ന് ചെയ്യണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമായിട്ട് എനിക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അല്ലേ ഒരു അൺഹാപ്പി സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ലൈഫ് ഈസ് ഇതുപോലെ നമ്മൾ പലപ്പോഴും ആയിരിക്കും ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലെന്ന്, ഇഷ്ടംപോലെ വേൾഡിൽ മൊത്തം ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ നമ്മൾ തേടുന്നിടത്ത് ആണ് ഉള്ളത് അല്ലെ? നമ്മൾ എത്രയോ സക്സസ്ഫുൾ ഓണ്ടർപ്രണേഴ്സും എത്രയോ ആൾക്കാരിൽ നിന്നും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ? അതെ, അത് മാത്രമല്ല ബ്രോ, ഇപ്പൊ എവരി മാൻസ് സക്സസ് അതിന്റെ പുറകിൽ ഒരു വുമൺ ഉണ്ട് എന്നുള്ളൊരു ഫ്രേസ് ഉണ്ടല്ലോ. അത് എല്ലാ ബി എന്തെങ്കിലും ആവട്ടെ, ബട്ട് അതിൽ ഈ പറഞ്ഞ പോലെ അതിനൊരു വാല്യൂ ഉണ്ട്. കാരണം ഇഫ് യുവർ പാർട്ണർ ഈസ് നോട്ട് എ ഗുഡ് പേഴ്സൺ, you will be unhappy throughout in your life. അപ്പൊ അതും ഒരു ആസ്പെക്ട് തന്നെയാണ്. ഹാപ്പിനെസിന് നമ്മുടെ ചുറ്റുമുള്ളവർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ല, അതെ, അത് വളരെ ശരിയാണ്. അപ്പൊ ചില സിറ്റുവേഷൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നെഗറ്റിവിറ്റി ആണ് ഫുള്ള് തരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷനിൽ നമ്മൾ മാറുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളുടെ പാർട്ട്ണർ നമ്മളെ പോലെ ഇൻഡിപെൻഡന്റ് ആണ്, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളെ അധികം ബോധർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓക്കെ ആണ്. അതെ അതെ. അപ്പൊ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്താണ് ബ്രോയെ സംബന്ധിച്ച്? ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം, വാട്ട് വുഡ് യു സേ? എന്റെ സംബന്ധിച്ച് ഇതാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കാം? പെട്ടെന്ന് ചോദിച്ചാണ്. എന്റെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് എനിക്കില്ല. എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് മൊമെന്റുകൾ ഹാപ്പി ആയിട്ട് പോകാന്നുള്ളതാണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. കാരണം അൾട്ടിമേറ്റ് ഹാപ്പിനെസിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഈ പീക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് എപ്പോഴും ഉണ്ടാവും, പൂജ്യം ഫീലിംഗ് വരും. കാരണം ഞാൻ ആലോചിച്ചു, എത്രയോ പേര് ഒരു സുപ്രഭാതത്തിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇപ്പൊ അവര് ചില ആൾക്കാർ ഡിപ്രസ്ഡ് ആണ്,
ചില ആൾക്കാർ ഇപ്പം തന്നെ ഹോളിവുഡ് ആക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു 5 പേരെ മാരേജ് ലൈഫ് എടുത്തു നോക്ക്. അതെ, എല്ലാം ഡിവോഴ്സ്, ബ്രോക്കൺ റിലേഷൻഷിപ്പ്, അഡിക്ഷൻ, ഇതെല്ലാം ഉണ്ട്. വൈ? ഇത്രയും സക്സസ്ഫുൾ ആൾക്കാർ എന്തുകൊണ്ടാണ്? കാരണം ഈ പീക്കിൽ പോയിട്ട് താഴെ വരുമ്പോൾ എല്ലാം എത്രയോ പേര് ഈ യൂട്യൂബേഴ്സ് മലയാളികൾ എത്രയോ പേരുണ്ടാവും മുകളിൽ കയറി പോയിട്ട് ഇങ്ങനെ താഴെ വരുമ്പോഴത്തേനും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. നമുക്ക് തന്നെ എത്രയോ ഹൈപ്പുകൾ വന്നിട്ടുണ്ട്. ഈ ഹൈപ്പിൽ താഴെ വരുമ്പോൾ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് പൊങ്ങാൻ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റിൽ ആ ഒരു സ്റ്റേറ്റിനെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം ഹാപ്പി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ മൊമെന്റ്സിലും കൂടുതൽ സമയങ്ങൾ ഹാപ്പി ആയിട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഞാൻ കാണുന്ന ഹാപ്പിനെസ്. പക്ഷെ അതിൽ ഒരു 20% ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവും. ന്യൂസുകൾ പല ബാഡ് ഇത് കിട്ടും. പക്ഷെ അതിൽ നിന്നൊക്കെ മാക്സിമം ഡിറ്റാച്ച് ആവാൻ നോക്കുക. പോസിറ്റീവ് സൈഡിലോട്ട് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു ബിക്കം നാച്ചുറലി ഹാപ്പി. തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് അറിയാവുന്നുള്ളൊരു പുള്ളിയുണ്ട്, പുള്ളിക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. പുള്ളി പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്, ഞാനിങ്ങനെ എല്ലാത്തിലും തമാശ കണ്ടെത്തും. ഇപ്പൊ അവൻ ദേഷ്യപ്പെടുകയാണ് എന്നോട്, ഇവൻ എന്താണ് വല്ല പ്രശ്നമുണ്ടോ, ആയിരിക്കുമല്ലോ അവൻ ദേഷ്യപ്പെടുന്നത്, നോക്കിയാൽ കോമഡി പോലെ ഉണ്ടാവും ദേഷ്യപ്പെടുമ്പോൾ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് പുള്ളിയുണ്ട്. പക്ഷെ വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ഒരു മെത്തേഡാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലതിലും നമ്മൾ തമാശ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരാൾ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, വളരെ നല്ലൊരു പോയിന്റ് ആണ്. ഒരാൾ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഭയങ്കര വൃത്തിയായിട്ട് ഒരാൾ മനുഷ്യൻ നമ്മൾ കാണുന്നു, ചിന്തിച്ചാൽ മതി, ഒറ്റ ചിന്തിച്ചാൽ മതി, ഇവൻ നാളെ ചത്ത പെട്ടിയിൽ കിടക്കുന്ന അവസ്ഥ നല്ല ചോദിക്കാം. അല്ല സീരിയസ്ലി എല്ലാവരും ഈ പ്രോസസ്സിലൂടെ പോകണമാണ്. അവൻ ഇങ്ങനെ ഒരു പ്രായത്തിൽ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്നു നമ്മൾ ഇമാജിൻ ചെയ്താൽ തന്നെ പ്രശ്നം തീർന്നു. തീർച്ചയായിട്ടും. ഇതിന്റെ എല്ലാം കാര്യം വെച്ചാൽ ഇതെല്ലാം നമ്മൾ ആരെങ്കിലും ഇപ്പൊ നമ്മൾ പറയുന്നെങ്കിലും ആരെങ്കിലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതെല്ലാം നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം വരുന്നത്. പക്ഷെ അവനെ മനസ്സിലാക്കിയാൽ ഇവൻ ഇങ്ങനെയാണ്, ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇവൻ ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് എന്റെ മെന്റൽ സ്റ്റേറ്റ് ഇങ്ങനെ ആവുന്നത്, ബട്ട് ഞാൻ അങ്ങനെയല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഉള്ളിടത്തോളം നമ്മൾ മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പം നേരത്തെ എനിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ്, ആഗ്രഹങ്ങൾ എന്നുള്ളതിനെ ഹാപ്പിനെസ്സുമായിട്ട് കണക്ട് ചെയ്യാതെ സന്തോഷം എന്നുള്ളതാണ് ഹാപ്പിനെസ് എന്ന് ചിന്തിക്കുന്നിടത്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾ സെറ്റായി അല്ലേ? കാരണം ആഗ്രഹങ്ങളെ ഹാപ്പിനെസ്, ഇത് ഞാൻ എത്തുമ്പോൾ ഹാപ്പി ആകും എന്ന് പറയുന്നിടത്ത് യു ആർ അത് നല്ലൊരു പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ്, അതിനകത്ത് വരുന്നൊരു സംഭവമാണ് മണി. അതായത് മണി എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് തീർച്ചയായിട്ടും മണിയാണ് സന്തോഷപ്പെടുത്തുക. എക്സാക്ട്ലി. ഒരു പാവപ്പെട്ട ഒരുത്തന്, ഒരു നിവർത്തിയില്ലാത്ത ഒരുത്തന് കാശ് കൊടുത്ത അവന് കാര്യമുണ്ട്, തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടും. അതേസമയം അത്യാവശ്യം കുഴപ്പമില്ലാതെ മിഡിൽ ക്ലാസ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഓടിച്ചു പോകുന്ന ഒരാൾക്ക് കൂടുതൽ 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 കാശ് കിട്ടുന്നതുകൊണ്ട് ദാറ്റ് ഡസന്റ് മേക്ക് ഹിം ഹാപ്പി. എക്സാക്ട്ലി. അപ്പം അവന് ഹാപ്പിനെസ് വേണമെങ്കിൽ അവൻ തന്നെ ഡെയിലി അവന്റെ മനസ്സിലാക്കുകയും അവന് വേണ്ടിയുള്ള സിമ്പിൾ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിക്കുന്നിടത്താണ് ഹാപ്പിനെസ് ഉണ്ടാവും എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. 100%. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ആളുകളും പറയട്ടെ. മാത്രമല്ല നമ്മുടെ മാധ്യമങ്ങൾ ഒരു വലിയൊരു ഘടകമാണ്. കാരണം ഏത് സംഭവം എടുത്താലും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അതെ, 100%. ഇപ്പം ഇലക്ഷൻ വരുന്നു, മറ്റേ പാർട്ടിയിൽ ഇന്ന ആൾ ഇത് ചെയ്തു, അതെന്തിനാ അവൻ അങ്ങനെ ചെയ്തു, ഇത് കേൾക്കാനും നമ്മൾ സീരിയലിനെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറ്റം പറയുന്നു, ഈ മീഡിയ കാണുന്നവരിലെ കുറ്റം പറയാൻ ആരുമില്ല. കാരണം അതെന്തോ അക്സെപ്റ്റബിൾ ഒരു സംഭവം പറയാൻ ഇറ്റ്സ് എ വെരി നെഗറ്റീവ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ മീഡിയയിൽ തന്നെ ചില പോസിറ്റീവ് ആയിട്ടുള്ള സംഘങ്ങൾ എത്രയോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അറിയാം. അതായത് ആഡംബര കാറിൽ ഇന്നാളെത്തി, അല്ലെങ്കിൽ ഇത് പൃഥ്വിരാജിന്റെ പുതിയ പോർഷെ കാർ നിങ്ങൾ കണ്ടോ, അത് മൈൻഡ്സ്, അത് ഓരോ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയുണ്ട്. അല്ല, വളരെ സത്യമാണ്. കാരണം പൃഥ്വിരാജ് മറ്റേ ലംബോർഗിനി വാങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോൾ താഴെ വന്ന്, എന്നിട്ട് മറ്റേ അമ്മ മറ്റേ പ്രളയം വന്നപ്പോൾ ചട്ടിയിലാണ് ഇത് പോയി എന്ന് വെച്ചാൽ അവിടെ നെഗറ്റീവ് എങ്ങനെ പറയാമെന്നാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരുത്തൻ നന്നായിരിക്കുന്നു, വെരി ഗുഡ് എന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. എക്സാക്ട്ലി. ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റിലൂടെയാണ് നമ്മൾ മോസ്റ്റ്ലി പോകുന്നതെങ്കിൽ, കാരണം നമുക്ക് പറ്റൂല. കാരണം എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഞാൻ ആർക്കും പറ്റില്ല. കാരണം എന്നും പോസിറ്റീവ് ആയിട്ടിരുന്നാൽ പ്രശ്നം എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇമോഷനൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് നമ്മൾ വേറെ ആളായി ജീവിക്കേണ്ടി വരും. പക്ഷേ മിക്ക കാര്യങ്ങളും നമ്മൾ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തി ഒന്ന് കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് അക്യുമുലേഷൻ കുറച്ച് കഴിഞ്ഞാൽ തന്നെ വിൽ ബി ഓക്കേ. കമ്പാരിസൺ വേണമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ ലൈഫിൽ കമ്പാരിസൺ വേണം. നമ്മൾക്ക് താഴെയുള്ള എത്രയോ കഷ്ടപ്പെടുന്ന ആൾക്കാർ, അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബി ഹാപ്പി. ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ പിന്നെ മതങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് അത് മതത്തിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഗുണം, മേ ബി ഒറ്റ ഗുണമായിരിക്കാം അതിലെ ഗുണം എന്ന് പറയുന്നതാണ് ഈ പറയുന്നുള്ള പ്രാർത്ഥന. അതായത് വെർബലൈസ് ചെയ്യണം.
നമ്മൾ സന്തോഷം അല്ലെങ്കിൽ ദൈവമേ എനിക്ക് ഇന്നൊരു കാര്യം സാധിച്ചെന്നല്ലോ നന്ദി Gratitude എന്ന് ഒരു പറയുന്ന hope ഒരു ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഹോപ്പും കൂടെ ഉണ്ടാവും. എക്സാക്ട്ലി രണ്ട് കാര്യങ്ങൾ. എക്സാക്ട്ലി. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് അതിൽ പറയാൻ വന്നൊരു കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഹാപ്പിനെസ്. 100%. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഹാപ്പിനെസ് അതുമായിട്ട് കറക്റ്റ് ആയിട്ട് പോകും. കാരണം എനിക്കുള്ളതിൽ ഞാൻ സംതൃപ്തനാണ് ദൈവം. നമുക്ക് എല്ലാവരും പറയാറുണ്ട് ഇപ്പം എനിക്കൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനാണ് സന്തോഷം നടത്തുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് നിനക്ക് വീട്ടിൽ കയറി കിടക്കാൻ ഒരു സ്ഥലമുണ്ട്, ഇച്ചിരി കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊന്നുമില്ല, എത്രയോ ആഫ്രിക്കയിലെ കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ നാടുകൾക്കുള്ളിൽ തന്നെ എത്രയോ പേര് അറ്റ്ലീസ്റ്റ് നിന്റെ നാട്ടിൽ യുദ്ധമില്ല, എത്രയോ പേര് യുദ്ധത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ സന്തോഷം കണ്ടെത്താൻ വരുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒന്നും വേണ്ട ബ്രോ, ഏറ്റവും സിമ്പിൾ സാധനം എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ അല്ലേ. ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി അകത്ത് ഒരു പൊട്ടായിട്ട് കിടക്കണ എർത്തിന്റെ അകത്ത് എവിടെയോ ഒരിടത്ത് കിടക്കണം നമ്മൾ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഞാനെന്നൊരു ഭാവവും നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അതും ഒരു വലിയ ഘടകമാണ് ഹാപ്പിനെസ്സിന്. അത് പിന്നെ വേറെ കാറ്റഗറി ആൾക്കാർ, അതുകൊണ്ട് അവരെ വിടാം. എക്സാക്ട്ലി. ഇന്നത് ചെയ്യണം, നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് മറ്റേ അതിലൊന്നും അല്ല കാര്യം. സത്യം പറഞ്ഞാൽ ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കണക്ഷൻ വരുന്നത് അവര് കാണിക്കുന്ന സ്നേഹത്തിലും അവർ കൊടുക്കുന്ന സംരക്ഷണത്തിലും അവർ കൊടുക്കുന്ന കെയറിലും അടുത്താണ്. നമ്മളെപ്പോഴും നമ്മളായിട്ട് അല്ലേ പെരുമാറാൻ കഴിയുന്നിടത്താണ് നമുക്ക് സ്നേഹങ്ങൾ ഉണ്ടാവുന്നത്. എക്സാക്ട്ലി, അവിടെയാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും. അപ്പം എനിവേ എന്തായാലും ഞങ്ങളുടെ ഹാപ്പിനെസ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങളും പക്ഷേ വേറൊരു കാര്യം ഉണ്ട്, ഇത്രയൊക്കെ സംഭാഷണം ചെയ്തു, നിങ്ങളുടെ അൾട്ടിമേറ്റ് ഹാപ്പിനെസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചിട്ട് എനിക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബ്രോ, അത് ആഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് പേഴ്സണലി ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് ബ്രോ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കാം. കാരണം എന്നെ കൊണ്ട് ഒരാൾക്ക് ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്സ് എന്നെ ഹാപ്പി ആക്കും. അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ആവാം, ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിലൂടെയാണ് ഞാൻ ഹാപ്പിനെസ് കൂടുതൽ കാണുന്നത്. പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഇവിടെ എന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ അച്ചീവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ആരെങ്കിലും ഒരാളെ ചെറിയ രീതിയിലെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ ഐ ഫീൽ ഗുഡ്. അതാണ് എന്നെ സംബന്ധിച്ച ഹാപ്പിനെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ആർക്കെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ അപ്പൊ എനിവേ അപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസ്, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് തരിക, എന്തെങ്കിലും ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം, നമ്മളുടെ ചാനലിൽ ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ഉണ്ട്, മില്യൺസോളം വ്യൂവേഴ്സ് നമുക്കുണ്ട്. ബട്ട് നമ്മുടെ ഫോളോവേഴ്സ് അത്രയും റിഫ്ലക്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ എന്നും ഇവിടെ തന്നെ ഉണ്ടാകും, ഞങ്ങൾ കണ്ടന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്നും ഞങ്ങളെ റിലയബിൾ സോഴ്സ് ആയിട്ട് കാണാം. അപ്പം അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലും. തീർച്ചയായിട്ടും. So let's tie up.